ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ണാടി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു മാന്ത്രിക മരുന്നിനെ പറ്റി കേട്ട് കാണുമല്ലോ. ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയുടെ ആവശ്യമില്ല, ഇന്ത്യയിലെ കണ്ണാടിയുടെ ആവശ്യം കഴിഞ്ഞു എന്നിങ്ങനെയുള്ള ഒരുപാട് ഹെഡ്ലൈൻസിൽ ഞാൻ യൂട്യൂബിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം പല മെസ്സേജസ് കണ്ടു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അതിനെപ്പറ്റി അറിയണ്ടേ? ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്രവിഭാഗം മേധാവിയാണ്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ മരുന്നിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് നമ്മളുടെ കണ്ണിൻ്റെ ഘടന എന്ന് നമുക്ക് മനസ്സിലാക്കണം. കണ്ണും ഒരു ക്യാമറയും ഏകദേശം ഒരേപോലെയാണ്. കണ്ണിൻ്റെ ഏറ്റവും മുമ്പിലുള്ള കോർണിയ അഥവാ കൃഷ്ണമണി, പിന്നെ അതിൻ്റെ തൊട്ടു പിന്നിലുള്ള ലെൻസ്, ഇത് നമ്മളുടെ കണ്ണിൻ്റെ ഫോക്കസിങ് അപ്പാരറ്റസ് ആണ്. ഇത് തന്നെയാണ് നമ്മളുടെ ക്യാമറയുടെ ലെൻസിനുമുള്ളത്. അതുപോലെ ലെൻസിൻ്റെ തൊട്ടു പിന്നിലായി വരുന്ന ഫിലിം, അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് കണ്ണിൽ വരുന്നതാണ് റെറ്റിന. അപ്പോൾ ലെൻസിലൂടെ പ്രകാശരശ്മികൾ കടന്ന് നമുക്ക് റെറ്റിനയിലേക്ക് ഫോക്കസ് ആവുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ലെൻസിന് വേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടൊരു കാര്യമാണ് ഓട്ടോ ഫോക്കസിങ്. നമ്മൾക്ക് ഓട്ടോമാറ്റിക് ക്യാമറയിൽ ദൂരെയുള്ളതായാലും അടുത്തുള്ളതായാലും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോക്കസ് ആവുന്ന ഒരു കാര്യമുണ്ട്. ഇത് തന്നെ നമ്മളുടെ കണ്ണിനുമുണ്ട്. ഈ ഓട്ടോ ഫോക്കസിങ് എബിലിറ്റി ഒരു 40 വയസ്സാവുമ്പോഴേക്കും കുറേശ്ശെ കുറഞ്ഞു തുടങ്ങും. എങ്ങനെയാണ് ഓട്ടോ ഫോക്കസിങ് നടക്കുന്നത്? നമ്മളുടെ കണ്ണിൻ്റെ ലെൻസിൽ സീലിയറി മസിൽ എന്ന് പറയുന്ന മസിലുണ്ട്. ഈ സീലിയറി മസിൽ ടൈറ്റൻഡ് ആവുമ്പോഴാണ് നമ്മളുടെ ലെൻസ് കുറേശ്ശെ ഇങ്ങനെ വികസിക്കുന്നത്. ഈ വികാസം കാരണം കുറച്ച് പ്ലസ് പവർ വരികയും അടുത്തുള്ള കാര്യങ്ങൾ കാണുവാനായി പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. ഈ സീലിയറി മസിൽ പവർ ഒരു 40 വയസ്സാവുമ്പോഴേക്കും കുറേശ്ശെ കുറഞ്ഞ് വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് ദൂരെ പിടിച്ച് വായിക്കേണ്ടി വരും, കുറച്ചുകൂടെ ദൂരെ പിടിച്ച് വായിക്കേണ്ടി വരും. പിന്നെ ഗതിയില്ലാതെ ഒരു ഡോക്ടറെ കണ്ട് നമ്മളൊരു കണ്ണാടി വെച്ച് വായിക്കുവാൻ തുടങ്ങും. ഈ കണ്ണാടിയാണ് നമ്മളുടെ ഈ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കുക. വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന അസുഖത്തിനെയാണ്, അസുഖമല്ല, അതൊരു ഏജിങ് കാരണം വരുന്ന ഒരു ചെറിയൊരു ചേഞ്ചാണ്. അതിനെയാണ് നമുക്ക് ഈ മരുന്നുകൾ കൊണ്ട് മാറ്റാൻ സാധിക്കുക. എന്താണ് ഈ മരുന്ന്? പൈലോകാർപ്പിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അതിൻ്റെ 1.25% ആണ് ഇപ്പോൾ നമ്മളുടെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഈ പ്രസ്ബയോപ്പിയ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ ചെയ്തിട്ടുള്ളത്. പൈലോകാർപ്പിൻ എന്ന മരുന്ന് കഴിഞ്ഞ 100 വർഷമായി ഗ്ലോക്കോമ അഥവാ കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന ഒരു സിറ്റുവേഷനിൽ ട്രീറ്റ്മെൻറ്റായി കൊടുക്കുന്നതാണ്. പൈലോകാർപ്പിൻ 1%, 2% അല്ലെങ്കിൽ 4% ഡ്രോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 1.25% ആണ് ഇപ്പോൾ നമുക്ക് കണ്ണാടി മാറ്റുവാൻ എന്നുള്ള ഒരു കാരണത്താൽ വന്നിട്ടുള്ളത്. പൈലോകാർപ്പിൻ എങ്ങനെയാണ് കണ്ണാടി മാറ്റാനായി നമ്മളെ സഹായിക്കുന്നത്? ഈ സീലിയറി മസിൽ എന്ന് ഞാൻ പറഞ്ഞു, അത് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ലെൻസ് ഓട്ടോ ഫോക്കസ് ചെയ്യുന്നത്. ഈ സീലിയറി മസിലിനെ കുറച്ച് ടൈറ്റൻ ചെയ്യുവാനായി പൈലോകാർപ്പിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലെൻസ് എപ്പോഴും കുറച്ച് വികാസത്തിൽ, ഒരു പ്ലസ് പവറിൽ കുറച്ച് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ളത് കണ്ണാടി ഇല്ലാതെ കാണുവാൻ സാധിക്കും. ലോകത്തെമ്പാടും ഇതുപോലൊരു പുതിയ മരുന്ന് വരണമെങ്കിൽ അതിനു മുമ്പ് ക്ലിനിക്കൽ ട്രയൽസ് നടക്കും. അങ്ങനെ phase 1, phase 2, phase 3 ട്രയൽസ് നടന്നു. അങ്ങനെ നമുക്ക് 1.25% 2 തവണ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലായി. ഒരു തവണ യൂസ് ചെയ്യുന്നതും 2 തവണ യൂസ് ചെയ്യുന്നതും തമ്മിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ല എന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളുടെ സീലിയറി മസിൽ ടൈറ്റൻ ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു തലവേദന ഇവിടെ വരാറുണ്ട്. അതിനാണ് അക്കോമഡേഷണൽ സ്പാസം എന്ന് പറയുന്നത്. ഈ തലവേദന നമുക്ക് മാറണമെങ്കിൽ പൈലോകാർപ്പിൻ്റെ എഫക്റ്റ് ഒരു 4 തൊട്ട് 8 മണിക്കൂർ വരെ അതിൻ്റെ ഇഫക്റ്റ് പോയി കഴിയുമ്പോൾ തലവേദന. അത് എല്ലാവർക്കും ഇല്ല,
ഒരു ലെസ് ദാൻ 10% ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. 2, നമുക്ക് തിമിരം ഉള്ള ആളുകളാണ്, ഒരു 40-50 വയസ്സിന് ശേഷം ഒരു 60-70 ആകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ആളുകൾക്ക് തിമിരം വന്നിട്ടുണ്ടാവും. തിമിരമുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി സെൻട്രൽ ഏരിയയിൽ തിമിരം വന്നിട്ടുള്ള ആളുകൾക്ക് പൈലോകാർപ്പിൻ ഒഴിക്കുമ്പോൾ നമ്മളുടെ കണ്ണിനുള്ളിലെ പ്യൂപ്പിൾ, അതായത് കണ്ണിനുള്ളിലെ ഓപ്പണിംഗ്, അത് കുറച്ച് ചെറുതാവും. അത് ചെറുതാവുമ്പോൾ ഒരു സെൻട്രൽ കാറ്ററാക്റ്റ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ, അതായത് ഏറ്റവും നടുക്കുള്ള ഭാഗത്താണ് തിമിരമുള്ളത് എങ്കിൽ അവരുടെ കാഴ്ച കുറച്ചുകൂടെ മങ്ങും. പ്യൂപ്പിൾ ഡയലേറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ തിമിരമുണ്ടെങ്കിലും, ചെറിയൊരു തിമിരമുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തൂടെയും ഇപ്പുറത്തൂടെയും ലൈറ്റ് ഉള്ളിലേക്ക് കയറി നമുക്ക് റീസണബിൾ കാഴ്ച ഉണ്ടാകും. പക്ഷേ കൺസ്ട്രിക്റ്റഡ് ആയ പ്യൂപ്പിളിലൂടെ സെൻട്രൽ കാറ്ററാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ കാഴ്ച കുറച്ചുകൂടെ കുറയും. ദൂരക്കാഴ്ചയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത്. അപ്പോൾ തിമിരമുള്ള ആളുകൾക്ക് പൈലോകാർപ്പിൻ ഒഴിച്ചാൽ ഒരുപക്ഷെ ദൂരക്കാഴ്ച കുറച്ച് കുറയാം. 3, കുറേ ദീർഘകാലം പൈലോകാർപ്പിൻ ഒഴിക്കുന്ന ചില ആളുകൾക്ക് കണ്ണിൽ തിമിരം ഡെവലപ്പ് ചെയ്യാറുണ്ട്. ലെൻസിൻ്റെ ഉള്ളിൽ കുറച്ച് കെമിക്കൽ ചേഞ്ചസ് വരികയും അതിൻ്റെ ഉള്ളിലേക്കുള്ള പെർമിയബിലിറ്റി മാറുകയും കുറച്ച് തിമിരം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. നമ്പർ 4, നമുക്ക് ദീർഘകാലം പൈലോകാർപ്പിൻ ഒഴിക്കുന്ന ആളുകൾക്ക് റെറ്റിനയുടെ ഏറ്റവും പെരിഫറിയിൽ കുറച്ച് വലിവ് വരികയും ചിലപ്പോൾ കീറൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാം നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കഴിഞ്ഞ 100 വർഷമായിട്ട് ഗ്ലോക്കോമയ്ക്ക് വേണ്ടി പൈലോകാർപ്പിൻ ഉപയോഗിച്ച് അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകൾ പല പുസ്തകങ്ങളിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പൈലോകാർപ്പിൻ സേഫായി ഉപയോഗിക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഈ പൈലോകാർപ്പിൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണിൻ്റെ തിമിരം അല്ലെങ്കിൽ കണ്ണിൻ്റെ റെറ്റിനയുടെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പൈലോകാർപ്പിൻ ഉപയോഗിക്കാൻ. അല്ലാതെ കടയിൽ പോയി കണ്ണാടി മാറ്റാനുള്ള ഒരു ഐ ഡ്രോപ്സ് തരൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ പലപ്പോഴും അത് പ്രശ്നങ്ങളിൽ അവസാനിക്കാം. അതുകൊണ്ട് തന്നെ മോണിറ്റേർഡായി ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ പൈലോകാർപ്പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ണാടി മാറ്റുവാനായി ഒരു പരിധിവരെ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു വെരി മച്ച്.